പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 2 തിങ്കൾ. 1 തിമോത്തിയോസ് 6 അധ്യായം 12 വാക്യം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. വലിയ നോമ്പിന്റെ 15 ദിനമാണ് ഇന്ന് വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുക എന്ന ഒരു ഉപദേശമാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദിസ് ഈസ് നോട്ട് എ ടൈം ടു ഗീവ് അപ്പ് ബട്ട് എ ടൈം ടു റൈസ് അപ്പ്. ക്രിസ്തീയ ജീവിതം സുഖസൗകര്യങ്ങളുടെ ലളിതമായൊരു യാത്രയല്ല, മറിച്ച് ആത്മീയമായ ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടം നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ ശുദ്ധീകരിക്കാൻ. അത് നമ്മെ തളർത്താനല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തരാക്കുവാനും ആത്മീയമായി വളർത്താനുമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ പോരാടേണ്ടതുണ്ട്. കാരണം അത് അമൂല്യ സമ്പത്ത്. നമ്മുടെ വിശ്വാസം വളരെ വിലപ്പെട്ട സമ്പത്താകിയാൽ ലോകം പല വിധത്തിൽ പ്രലോഭനങ്ങളിലൂടെ, നിരാശയിലൂടെ, വേദനയിലൂടെ, ആകർഷണങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്കെല്ലാം നഷ്ടപ്പെടുമെന്നത് നാം മനസ്സിലാക്കണം. നോമ്പ് നമ്മുടെ വിശ്വാസം പുതുക്കുന്ന ഒരു പരിശുദ്ധ സമയമായിട്ട് തീരേണ്ടതുണ്ട്. കാരണം ഉപവാസവും പ്രാർത്ഥനയും കരുണാപ്രവൃത്തികളും വഴി നാം നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന അവസരമാണ് നോമ്പ്. അതുപോലെ ഒരു സൈനികൻ യുദ്ധത്തിനായി പരിശീലിക്കുന്നത് പോലെ ഒരു വിശ്വാസിയും ഈ അവസരത്തിൽ ആത്മീയമായി പരിശീലനത്തിന്റെ അനുഭവത്തിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ പോരാട്ടം മറ്റുള്ളവർക്കെതിരായല്ല, മറിച്ച് അത് നമ്മുടെ അഹങ്കാരത്തോടും പാപ സ്വഭാവത്തോടും ദുർബലതകളോടുമുള്ളതായ പോരാട്ടമാണ്. അതുകൊണ്ട് കോപം വരുമ്പോൾ ക്ഷമ തിരഞ്ഞെടുക്കുന്നതും, വിദ്വേഷത്തിന്റെ തരികൾ വരുമ്പോൾ സ്നേഹം തിരഞ്ഞെടുക്കുന്നതും, നിരാശ വരുമ്പോൾ പ്രത്യാശയിൽ പിടിച്ചു നിൽക്കുന്നതുമൊക്കെ വിശ്വാസത്തിന്റെ യഥാർത്ഥ പോരാട്ടമാണ്. ക്രിസ്തുവിനെ പിന്തുടരുന്നത് ചിലപ്പോൾ ഏകാന്തത നൽകിയേക്കാം, എന്നാൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ തോൽവിയിലേക്കല്ല, വിജയത്തിലേക്കാണ് നയിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്ന നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന വചനം, നിത്യജീവൻ ഒരു ഭാവിയിലെ വാഗ്ദാനം മാത്രമല്ല, മറിച്ച് അതിപ്പോൾ തന്നെ ആരംഭിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണെന്നും ദൈവത്തോടുള്ള ജീവിച്ചിരിക്കുന്ന ബന്ധമാണ് നിത്യജീവന്റെ രുചിയെന്നും നാം മനസ്സിലാക്കണം. ലോകത്തിന്റെ ധനം, സ്ഥാനമാനം, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. ഒരു നാൾ അവ ഇല്ലാതാകും. എന്നാൽ നിത്യജീവൻ എന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹം. അതുകൊണ്ടാണ് നാം വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുന്നത്. വലിയ നോമ്പിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ നാം ആത്മീയ ധൈര്യത്തോടെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പുതുക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ, ദൈവവചനത്തിൽ ആഴത്തിൽ, സ്നേഹത്തിൽ ഉറച്ചു നിന്ന് നാം ആ ഒരു അനുഭവത്തിലേക്ക്, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്തിന് നല്ല പോരാട്ടം പോരാടുവാൻ ഞങ്ങൾക്ക് ആത്മീയ ധൈര്യവും സ്ഥിരതയും നൽകണമേ. നിത്യജീവൻ ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കുകയും ക്ഷീണിക്കുമ്പോൾ ബലം തരികയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി തീരുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.